സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾ തള്ളി മന്ത്രി ഗണേഷ് കുമാർ. വിവാദങ്ങൾ ഇലക്ഷന്റെ ഭാഗം. ഗണേഷ് കുമാറിന് ഒന്നല്ല 1000 പ്രണയങ്ങൾ ഉണ്ടെന്നും തനിക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയാണ് ശത്രുക്കളെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളാണ്. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ ഉള്ളൂ. മനസ്സിലായോ? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. വീട്ടിനകത്ത് തന്നെ എനിക്കെപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ. അപ്പുറത്തു നിന്ന് നിയന്ത്രണത്തിൽ വരും. ചില ആളുകളുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ ചട്ടുകമായി മാറും ചില ആളുകൾ. കോൺഗ്രസ് തന്നെയാണ്. പിന്നല്ലാതെ ആരാണ് പട്ടാഴിയിൽ ജാഥ നടത്തിയത്? BJP-കാരില്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല, കേരള കോൺഗ്രസ്സുകാരില്ല, ആരുമില്ല. കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ പട്ടാഴിയിൽ ഇന്നലെ ജാഥ നടത്തി എന്ന് പറയുന്നിടത്ത്. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്. എല്ലാ തവണയും ഉള്ളതാണ്. ഗോപാൽ ശീലാസനിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോപാൽ, പുതിയ ആരോപണത്തെ എങ്ങനെയാണ് ഗണേഷ് കുമാർ പ്രതിരോധിക്കുന്നത്? ശ്രുതി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ പുകയുന്നുണ്ട്. അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് ഈ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ ആരോപണങ്ങളെ തള്ളി എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പരിധിവരെയെങ്കിലും ഇവയെല്ലാം പരിഹസിച്ചുകൊണ്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗണേഷ് കുമാറിന്റെ പ്രണയത്തെയും കുടുംബത്തെയും വീട്ടുകാര്യങ്ങളെയും ഒക്കെയാണ് ഇവിടെ പലരും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചോദിക്കാനാണെങ്കിൽ തനിക്ക് ഒന്നല്ല 5000 പ്രണയങ്ങളുണ്ട്. താൻ പ്രണയിക്കുന്ന നിരവധി പേരുണ്ട്. തന്നെ പ്രണയിക്കുന്ന അതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട്. അതെല്ലാം തന്നെ ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ല. പ്രണയം ഒരിക്കലും ഒരു കുറ്റമായിട്ടുള്ള കാര്യങ്ങളല്ല. അത് സമ്മതിക്കാൻ താൻ തയ്യാറാണ്. അതിനോടൊപ്പം തന്നെ തൻ്റെ വീട്ടിൽ നിന്നാണ് തനിക്ക് എല്ലാ കാലവും ശത്രുക്കൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും തൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തനിക്ക് ശത്രുക്കളുണ്ട്. അത്തരം ആൾക്കാരെ ചിലർ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ തനിക്കെതിരായ മറ്റ് കാരണങ്ങൾ സൂചിപ്പിക്കാൻ, അതായത് അഴിമതിയോ വികസനവുമായി ബന്ധപ്പെട്ടതോ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയ്ക്കോ MLA എന്ന നിലയ്ക്കോ മന്ത്രി എന്ന നിലയ്ക്കോ തനിക്കെതിരെ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാൻ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ തന്റെ കുടുംബത്തിൽ നിന്നുള്ളവരെ തന്നെ കോൺഗ്രസും UDF-ഉം രാഷ്ട്രീയ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്നുവെന്നും പത്തനാപുരത്തുകാർ അത് പൂർണ്ണമായും തള്ളിക്കളയും എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ കേന്ദ്രീകരിച്ച് വലിയ തരത്തിലേക്ക് എല്ലാ കാലഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴാകട്ടെ, താൻ മന്ത്രിയാകാൻ നിന്നപ്പോഴാകട്ടെ, എല്ലാം തന്നെ വലിയ തരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ വ്യക്തിപരമാണ്. താൻ ഒരിക്കലും അഴിമതി ചെയ്തിട്ടില്ല, താൻ വികസനം ചെയ്യാതിരുന്നിട്ടില്ല, ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാതിരുന്നിട്ടില്ല, വർഗീയത പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറയാത്ത തനിക്കെതിരെ പറയാൻ മറ്റ് കാരണങ്ങളില്ലാതാകുമ്പോൾ ഇത്തരത്തിലേക്കുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വവും ഉന്നയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലുള്ള നേതാക്കളെ ചുമന്ന കോൺഗ്രസ് ആണ് ഇത്തരത്തിലേക്കുള്ള ആരോപണം തനിക്കെതിരെ ഉന്നയിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഈ ആരോപണങ്ങളെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ, അതായത് പരിഹാസത്തിന്റെ ഭാഷയിൽ പറഞ്ഞു പോകാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് ആ ഭാഷ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു തവണയല്ല പല തവണ ആവർത്തിച്ചു പറഞ്ഞു ഗണേഷ് കുമാറിന് ഒരുപാടധികം പ്രണയങ്ങളുണ്ട്. ആ പ്രണയങ്ങളിൽ താൻ അഭിമാനിക്കുന്നു. ആ പ്രണയങ്ങളെ താൻ സ്നേഹം എന്ന നിലയ്ക്ക് തന്റെ അനുകൂല ഘടകമായിട്ടാണ് കാണുന്നതെന്നും അതിനെ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട എന്നും അദ്ദേഹം പല തവണ ആവർത്തിച്ച് പറയുന്നതാണ് ശ്രുതി കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ NSS-ഉമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ആരോപണങ്ങളും പരാതികളും പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. NSS ജനറൽ സെക്രട്ടറിയുമായിട്ടോ പത്തനാപുരം താലൂക്ക് യൂണിയനുമായിട്ടോ തനിക്ക് യാതൊരു പ്രശ്നങ്ങളില്ല എന്നും താൻ പിതൃതുല്യരായി കാണുന്ന വ്യക്തിയാണ് NSS-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ. തന്റെ പിതാവ് മരിക്കുന്ന സമയത്ത് എല്ലാ കാലവും ജനറൽ സെക്രട്ടറിയോടൊപ്പം നിൽക്കണമെന്ന വാക്കാണ് നൽകിയത്. ആ വാക്ക് താൻ ഇപ്പോഴും പാലിക്കുന്നുവെന്നും KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയുണ്ടായി.